മാർബിളിൽ ഈ ഷൈനിങ് എന്നും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും JK വ്ളോഗ്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മാർബിൾ പോളിഷ് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. ഒരുവിധം വീട്ടുകാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഒരുപാട് സ്ഥലത്ത് റീപോളിഷ് ചെയ്യാൻ പോകുമ്പോൾ അത് കാണാറുണ്ട്. അവർ ക്ലീനിങ് എങ്ങനെയൊക്കെ ചെയ്യുന്ന അവർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. എല്ലാവരും വർക്ക് നടക്കുമ്പോൾ ഇങ്ങനെ തിളങ്ങണം, ഇങ്ങനെ ഉഷാറാവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ പറയും. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വർക്കേഴ്സ് അതേപോലെ തന്നെയാണ് നിൽക്കാറ്. പക്ഷെ അത് കഴിഞ്ഞാൽ ആ തിളക്കും കാര്യങ്ങളും ലൈഫ് ടൈം നിൽക്കണം എന്നുള്ളത് വീട്ടുകാർക്ക് അത്ര അത് നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ്, അവരറിയാതെയാണ് ഇതുപോലുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മാർബിളൊക്കെ കഴുകുന്നതും വൃത്തിയാക്കുന്നതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ വിശദീകരിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ അഴുക്കായിട്ടുണ്ടെങ്കിൽ മാത്രം ക്ലീൻ ചെയ്യുക. അഴുക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതാക്കിയിട്ട് കഴുകിയിട്ട് കാര്യമൊന്നുമില്ല, ഗ്ലേസിങ് ഒന്നും കൂടില്ല. അഴുക്കായിട്ടുണ്ടെങ്കിൽ മാത്രം ക്ലീൻ ചെയ്യുക. ഇനി 2 ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മതി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും വെള്ളം കൊണ്ട് മാത്രം ക്ലീൻ ചെയ്യുക. നമ്മൾ ആവശ്യമില്ലാതെ കാരമുള്ള വസ്തുക്കളും പരസ്യങ്ങളിലൊക്കെ കാണുന്ന കെമിക്കലും പ്രൊഡക്റ്റുകളും വാങ്ങിയിട്ട് കഠിനമായിട്ടുള്ള കറകളൊക്കെ നീക്കാനും അതുപോലെ തന്നെ കറകൾ നീക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ച് മണ്ണും പൊടിയോ എന്തെങ്കിലും ചളിയോ ആയിട്ട് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യും. ക്ലീൻ കറ എവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ഇട്ട് ക്ലീൻ ചെയ്യാമെന്നല്ലാതെ അത് ഡെയിലി നമ്മൾ മാർബിളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർബിളായാലും ടൈലായാലും വേഗം നരയ്ക്കുകയും ചെയ്യും. പെട്ടെന്ന് അതിൻ്റെ എല്ലാ ഇതും പോവും. നരച്ച് കഴിഞ്ഞാൽ വേഗം സ്ക്രാച്ചും വീഴും. മൂന്നാമതായിട്ട് നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ട് മാർബിളിൽ ഫെനോയിൽ, ഡെറ്റോൾ, ലൈസോൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യമില്ലാണ്ട് മാർബിൾ മേൽ ഒരിക്കലും ബാഡ് സ്മെല്ല് പുറത്തേക്ക് വരില്ല. മാർബിൾ നാച്ചുറൽ സ്റ്റോണാണ്. ടൈലാണെങ്കിലും പുറത്തേക്ക് സ്മെല്ല് വരില്ല. അത് സ്മെല്ല് വരുന്നത് വേറെ തന്നെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും. ബേസിൻ്റെ സൈഡിലായിരിക്കും, ചിലപ്പോൾ ബാത്റൂമിൻ്റെ നമ്മുടെ വേസ്റ്റ് വെള്ളം പോണതിൻ്റെ അത് കൂടെയൊക്കെ സ്മെല്ലിന് വരാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ മാർബിൾമൊന്നും ടൈൽമൊന്നും ഒരിക്കലും വരില്ല. ഇനി സ്മെല്ലിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വെക്കുക, സ്മെല്ലിന് വേണ്ടിയിട്ട് നിങ്ങൾ എയർ ഫ്രഷ് എന്തെങ്കിലും അതിനായിട്ടുള്ള സാധനം ഉപയോഗിക്കുക. അല്ലാതെ മാർബിളിന് നമ്മൾ സ്മെല്ല് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് ഇട്ടാണെങ്കിൽ തന്നെ നമ്മൾ തുടയ്ക്കുമ്പോഴുള്ള ഒരു സ്മെല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ മാർബിൾ നിരക്കുകയാണ്, നമ്മുടെ മാർബിളിൻ്റെ ആ ഗ്ലേസിംഗ് ഒക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കൊണ്ട് മാത്രം എല്ലാവരും തുടയ്ക്കുക. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ട്, നമുക്ക് എന്തെങ്കിലും കുറച്ച് ചളിയുണ്ട് കിട്ടുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിശ്വാസം നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വീര്യം കുറഞ്ഞ ഷാമ്പു നമ്മുടെ ബക്കറ്റിലേക്ക് ഒരു 2 ഷാമ്പു എന്തെങ്കിലും പൊട്ടിച്ചിട്ടതിൻ്റെ ശേഷം അതിനെ കൊണ്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്താൽ കിട്ടും. എല്ലാവരും ഇതിൻ്റെ മേലെ പിടിച്ചിരിക്കാനൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പശ കാര്യങ്ങളൊക്കെ ഈ മാർബിൾ പിടിച്ചിക്കുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ചളി കാര്യങ്ങളൊന്നും പിടിച്ചിക്കില്ല. നമ്മൾ തുണിയോട് തുടച്ചാൽ തന്നെ പോരും. അതിന് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊന്നും വാങ്ങണ്ട, പരസ്യങ്ങളിൽ കാണുന്ന പ്രൊഡക്റ്റുകളൊന്നും വാങ്ങണ്ട. വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർബിൾ ലൈഫ് ഉണ്ടാവില്ല എന്നല്ല, പോളിഷ് മങ്ങിപ്പോവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഷൈനിങ്ങിൽ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലോ തുടച്ചാൽ മതി, അത്രേ ഉള്ളൂ. അങ്ങനെ ഡെയിലി തുടയ്ക്കണമെന്നൊന്നുമില്ല. ചളി ഉണ്ടെങ്കിൽ മാത്രം തുടയ്ക്കുക. നമ്മൾ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ എന്താ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീടും നമ്മൾ മാർബിളായാലും ഒക്കെ അതുപോലെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ ഗ്ലേസിങ്ങും കാര്യങ്ങളും എന്നും ഉണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ ചെയറിൻ്റെ അടിയിലുള്ള റബ്ബർ ബുഷൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വലിക്കുന്നതും പിടിക്കുന്നതിനൊക്കെ റബ്ബർ ബുഷോ എന്തെങ്കിലും ഇടാൻ ശ്രദ്ധിക്കുക. അത് പോയിട്ടുണ്ടെങ്കിൽ അത് റബ്ബർ ബുഷ് ഇട്ടതിന് ശേഷം ഉപയോഗിക്കുക. കുറേ കാലം ലൈഫ് ഉണ്ടാവും നിങ്ങളുടെ മാർബിളിനെല്ലാം. നല്ല തിളക്കത്തിലും നമ്മളെല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുവിധം എല്ലാ പണിക്കാരും എല്ലാ വീട്ടുകാരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങളുടെ മാർബിൾ എന്നും ഉണ്ടാവും. നിങ്ങളുടെ ടൈലാണെങ്കിൽ എന്നും ഇങ്ങനെ ഉണ്ടാവും. ടൈലാണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഇങ്ങനെയുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ ഗ്ലേസിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രാച്ച് വരും. മറ്റേത് അങ്ങനെ പെട്ടെന്ന് സ്ക്രാച്ച് വരില്ല.
അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. മാർബിളായാലും ടൈലായാലും എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അത് എന്നും അത് തിളങ്ങിക്കൊണ്ട് തന്നെ ഉണ്ടാവും. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വെറും വെള്ളം കൊണ്ട്, നല്ല കലക്കില്ലാത്ത നല്ല വെള്ളം കൊണ്ട്, കിണറിലെ കലക്ക് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം കൊണ്ട് തുടയ്ക്കാനേ പാടില്ല. നമ്മൾ പൈപ്പ് വെള്ളം എന്തെങ്കിലും ഉപയോഗിക്കുക. അങ്ങനെയുള്ള വെള്ളം കൊണ്ട് മാത്രം ഉപയോഗിക്കുക, തുടയ്ക്കുക, വൃത്തിയാക്കുക. അതുപോലെ ഒരിക്കലും നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ പോലുള്ള സാധനം കൊണ്ട് ടൈലോ മാർബിളോ ഒരിക്കലും ഒരതി ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. ഫുള്ള് സ്ക്രാച്ച് വരാമെന്നല്ലാണ്ട് ഒരു ഗുണം അതിനെ കൊണ്ട് ഉണ്ടാവില്ല. പശ കാര്യങ്ങൾ എന്തെങ്കിലും പിടിച്ചാണെന്നുണ്ടെങ്കിൽ പണിക്കാരോടോ അല്ലെങ്കിൽ പൊട്ടി ബ്ലേഡോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് പശ മാത്രം നീക്കുക. അല്ലാതെ ഇങ്ങനത്തെ സ്ക്രബ്ബർ കൊണ്ടൊക്കെ നീക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്ക്രാച്ച് വരും. മാർബിൾ ടൈലാണെങ്കിലും നമ്മൾ സ്ക്രാച്ച് വരും. അഞ്ചാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ മോപ്പ് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഫാനിട്ട് ഉണക്കാനേ പാടില്ല. അങ്ങനെ ഫാനിട്ട് ഉണക്കുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഒരു തുള്ളികൾ ഇങ്ങനെ കിടക്കും. നമ്മൾ കാറൊക്കെ പുറത്ത് നമ്മൾ മഴ കൊണ്ടിട്ട് നേരെ പോർച്ചിൽ കയറ്റിട്ടിട്ട് നമ്മൾ അങ്ങനെ കാറ് കുറച്ച് അല്ലെങ്കിൽ റോഡ് സൈഡിലോ എവിടെയെങ്കിലും നമ്മൾ കുറച്ച് നേരം നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴത്തുള്ളി വന്ന് കിടന്നിടത്ത് വെള്ളമൊക്കെ ഉണങ്ങിയിട്ട് അവിടെ മാത്രം ഉണ്ടാവുള്ളൂ ഡസ്റ്റായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മാർബിളിന് ഒരു ചെറിയ ഹോളുകൾ വരാൻ തുടങ്ങും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാർബിൾ നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം. മാർബിൾ നല്ല തിളങ്ങിയിട്ട് ടൈലാണെങ്കിലും നിങ്ങൾക്ക് ഒരു 10 വർഷമെങ്കിലും ആ ഒരു ഫിനിഷിങ്ങിൽ അവിടെ നിൽക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ ചില വീടുകളൊക്കെ നമ്മൾ റീപോളിഷ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റായിട്ടുണ്ടാവും മാർബിളിൻ്റെ ഒക്കെ കഥ റീപോളിഷ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എല്ലാവരും. അറിയാനായിട്ടാണ് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന പ്രൊഡക്റ്റുകൾ എന്തിനാണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീടിൻ്റെ മുഴുവൻ വർക്കിനെ കുറിച്ചിട്ടും ഞാൻ ഈ ചാനലിൽ വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുകയുമാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഷൈനിങ്ങോട് കൂടി നിങ്ങളുടെ മാർബിൾ എന്നും ഉണ്ടാവും. ബാക്ടീരിയയും വൈറസും ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഓർത്ത് വെച്ചാൽ നല്ലത്. ഇന്ന് ഗവേഷകർ പറയുന്നു ഏറ്റവും കൂടുതൽ ബാക്ടീരിയയും വൈറസും ഉണ്ടാകുക നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ടച്ചുകളിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പിടിക്കുന്നതും നമ്മൾ ഇതാക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ടച്ചിലാണ്. ടോയ്ലറ്റിനേക്കാളും കൂടുതൽ ബാക്ടീരിയയും വൈറസും ഉണ്ടാകുക നമ്മുടെ മൊബൈൽ ഫോണിലാണെന്നാണ് ഗവേഷകർ പറയുന്നത്. അത് ഇന്നേ വരെ ആരും ഇതുപോലുള്ള കെമിക്കൽ ഇട്ടിട്ട് കഴുകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടോ എന്നും അറിയില്ല. ഇതുപോലുള്ള കെമിക്കലൊക്കെ ഇട്ട് നിങ്ങളുടെ മാർബിൾ നരച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ബെല്ലൈക്കണം കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.